ഹലോ, വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കളറായിരുന്നില്ലേ? ഇവിടെയും ചെറിയ രീതിയിൽ കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞ് നേരെ അമ്മേൻ്റെ വീട്ടിലാട്ടോ പോയത്. അമ്മയ്ക്ക് കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കളിപ്പിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. ബൂബു രാവിലെ കൂട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു മുറുക്ക് കൊടുത്ത് അവനെ അങ്ങ് സമാധാനപ്പെടുത്തി. തിരിച്ച് വീട്ടിൽ വന്ന പാടെ ചെടി നടാനുള്ള തൊരയായിരുന്നു. ചട്ടിയൊക്കെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നിന്നൊരു 4 ചട്ടി എടുത്ത് മണ്ണൊക്കെ നിറച്ചു. ഈ ചെടി മേടിച്ച പാടെ ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇന്ന് വിഷു കൈനീട്ടം കൊടുക്കാൻ പോയ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഈ 4 ചെടികളാട്ടോ ഇന്ന് ഞാൻ നട്ടത്. ഇപ്പം നട്ടു, ഇല്ലെങ്കിൽ അടുത്ത തൊര പറഞ്ഞവരെ ഇങ്ങനെ കാത്തിരിക്കണം. ഇന്ന് ഞങ്ങളുടെ കോവിലിൽ അവസാന ദിവസം ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ പോയി. തെയ്യം ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ആൾരൂപമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു കൊച്ചുകുട്ടി നിൽപ്പുണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരല്ല ആ കൊച്ചുകുട്ടീനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയും കോപ്രായൊക്കെ കാണിക്കും. കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ തുള്ളി ചാടി ആദ്യം ഇറങ്ങുന്നത് നമ്മളായിരിക്കും അല്ലേ? എത്രയൊക്കെ പ്രായമായി എന്ന് പറഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമല്ലേ? ഇതൊക്കെ കണ്ട് ഓടി കോവിലിൽ പോയി. എന്തിനാന്നോ? ഇത് കാണാൻ വേണ്ടി തന്നെ. ഇനി അടുത്ത വർഷം വരുന്നവരെ കാത്തിരിക്കാം. എന്നാ ശരി.